സ്നേഹപുറം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ ചന്ദ്രശേഖരൻ്റെ ചതിയെല്ലാം തുറന്നടിച്ച് പറയുവാണ്. അതെ, നിങ്ങൾക്ക് ചിലപ്പോൾ പരമേശ്വരൻ്റെ മക്കളെ ചതിയിലൂടെ തോൽപ്പിക്കാൻ പറ്റും, എന്നാൽ അവരെ എന്നേക്കുമായിട്ട് തോൽപ്പിക്കുക എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്കെന്നല്ല ആർക്കും വേണ്ട. അങ്ങനെ പറഞ്ഞ സൂര്യ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. ഈ സമയം സാറയോട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, സോറി സാറാ മാഡം, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കുക. ഞാനിതൊന്നും കാര്യമാക്കിയിട്ടില്ല. കാര്യമായിട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് ഇത്രയും വാചകസർത്ത് നടത്തിയവൻ പിന്നെ ജീവനോടെ പോവില്ലായിരുന്നു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുക. ചന്ദ്രശേഖരൻ വരൂ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി അവിടെ നിന്നും ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം ഉർവശി വരണേ, ഇനി സൂര്യയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ചന്ദ്രേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അത് ചന്ദ്രേട്ടൻ കേട്ട് നിന്നൊന്നും വരില്ല. അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തിയും അവനോട് മര്യാദക്ക് അടങ്ങി നിന്നോളാൻ പറയണം. അന്നേരം കൽപ്പന പറയണേ, വരുണിനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടും സൂര്യ ഇറക്കി വിടാത്തതും ഭാഗ്യമെന്ന് കരുതി അടക്കി ഒതുക്കി നിൽക്കേണ്ടതിന് പകരം പരമേശ്വരൻ്റെ മക്കളാണെന്നുള്ള വീരശൗര്യമൊക്കെ കാണിക്കാൻ നിൽക്കുവാണോ? അന്നേരം ഉർവശി പറയണേ, അല്ലെങ്കിൽ തന്നെ കണിമംഗലത്ത് പരമേശ്വരന് ഇപ്പോൾ ആരാണ്? ഇപ്പോൾ പരമേശ്വരന് ഒരു വിലയില്ല. കണിമംഗലം ഇനി അങ്ങോട്ട് അറിയപ്പെടാൻ പോകുന്നത് കണിമംഗലത്ത് ചന്ദ്രശേഖരൻ്റെ പേരിലായിരിക്കും. അങ്ങനെ പറഞ്ഞ കൽപ്പനയും ഉർവശിയും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് ചങ്ക് പൊട്ടി നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് വർണ്ണൻ്റെ അധികം അവിടെ സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും എന്നറിയാതെ ഒരെത്ത് പിടിയില്ലാതിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം രാധിക വരുണിനോട് പറയണേ, വരുൺ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നമുക്ക് ആറ്റുവേശ്വരിലേക്ക് പോയാലോ? അവിടെ അച്ഛനും അമ്മയും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. അന്നേരം വരുൺ പറയണേ, അച്ഛനും അമ്മയും സന്തോഷത്തോടെ സ്വീകരിക്കും, അത് ശരിയാ, പക്ഷേ അവിടെ മറ്റു രണ്ടുപേരും കൂടിയുണ്ടല്ലോ. നമ്മൾ കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയ കാര്യം അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ടുപേര് പ്രിയങ്കയും മുത്തശ്ശിയും. അങ്ങനെയുള്ളപ്പോൾ അവരുടെ അരികിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെയോടെ പോയി താമസിക്കാനാ? ഈ സമയം രാധിക പറഞ്ഞേ, അവരങ്ങനെ പലതും പറയും, അവർ പറയുന്നൊന്നും നമ്മൾ കാര്യമാക്കാതിരുന്നാൽ പോരെ. എടോ, തനിക്ക് ആക്ഷേപങ്ങളൊക്കെ കേട്ട് മതിയായില്ലേ? ഇനി അഥവാ ആരോടെ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുക്കാം. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് യുഎസിലേക്ക് പോകാനുള്ള 2 വിസ തയ്യാറാക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി യുഎസിലേക്ക് പോകാം. അവിടെ എനിക്ക് അത്യാവശ്യം ചില സോഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ പിടിക്കാടോ. അന്നേരം രാധിക പറഞ്ഞേ, അങ്ങോട്ട് പോകുന്നതൊക്കെ ശരിയാ, വരണം അങ്ങോട്ടൊക്കെ ഒറ്റയ്ക്ക് പോയാൽ പോരെ? ഞാൻ വന്നോ? ഈ ഒരവസ്ഥയിൽ ഞാനും കൂടി അങ്ങോട്ട് വന്നാൽ വരണം അതൊരു ബാധ്യതയാവില്ലേ? എടോ, താൻ എനിക്ക് എപ്പോഴാണ് ബാധ്യതയാവുന്നത്? താൻ എൻ്റെ കൂടെ ഉള്ളതല്ലേ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. എൻ്റെ എല്ലാ പ്രതിസന്ധികളും താൻ്റെ കൂടെ ഉണ്ടാക്കുമെന്ന് എനിക്ക് വാക്ക് തന്നെയല്ലേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു മാറ്റമില്ല. എന്താണെങ്കിലും വിസ റെഡിയാകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയത്തിനുള്ളിൽ നമുക്ക് തൻ്റെ അമ്മ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താം. എന്താണെങ്കിലും പോലീസുകാർ ഇതെല്ലാം വിട്ടമട്ടാണ്. അവർക്ക് പുതിയൊരു കേസ് വരുമ്പോൾ ഇതെല്ലാം അങ്ങെടുത്ത് മാറ്റിവെക്കുന്ന ശീലമാണല്ലോ ഉള്ളത്. പക്ഷെ നമുക്കങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ. തൻ്റെ അമ്മ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോകുന്നതിന് മുമ്പ് അമ്മയും കണ്ടെത്തും. ഈ സമയം രാധിക പറയണേ, സത്യം പറയാലോ വരുൺ, അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദുസ്വപ്നം പോലെ പെട്ടെന്ന് വന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ എനിക്കുറപ്പുണ്ട്, അമ്മ വീണ്ടും എൻ്റെ മുമ്പിലേക്ക് വരും. അമ്മയ്ക്ക് എന്നെ അങ്ങനെ വിട്ടുപോകാനൊന്നും പറ്റില്ല വരുൺ. അതേടോ, ആ വിശ്വാസം നമുക്കുണ്ടായാൽ മാത്രം മതി. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസായി കിടക്കുവാണല്ലോ. അതാരണം തൽക്കാലം എൻ്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും കണ്ട് കുറച്ച് പണം റെഡിയാക്കണം. നമുക്ക് അത്യാവശ്യം പണമൊക്കെ ഇപ്പോൾ ആവശ്യമുള്ള സമയമാണല്ലോ. ഞാൻ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊന്ന് കണ്ട് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ. അന്നേരം രാധിക പറഞ്ഞേ, വരുൺ ഇനി പൈസക്കായിട്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ട. തൽക്കാല ആവശ്യത്തേക്കുള്ള പണം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ കയ്യിലോ? എവിടെയുണ്ടെന്ന്? താനെന്താ കണിമംഗലത്ത് നിന്ന് പോകാൻ നേരം അവിടുത്തെ കിച്ചനാവ് വല്ലതും കൊള്ളയടിച്ചുകൊണ്ടാണ് വന്നത്? എൻ്റെ വരുൺ, ഒരു പെണ്ണ് കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞാലേ അതിനർത്ഥം എന്താ? അവളുടെ കയ്യിൽ എന്തെങ്കിലും സ്വർണ്ണം ഇട്ടോ മറ്റോ ഉണ്ടാകുമെന്നാ. അന്നേരം വരുൺ ചോദിക്കണേ, അതിന് തൻ്റെ കയ്യിലോടുന്ന സ്വർണം? താനങ്ങനെ സ്വർണ്ണമൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ലല്ലോ. അന്നേരം രാധിക തൻ്റെ കഴുത്തേക്ക് ഇറങ്ങുന്ന താലി എടുത്ത് കാണിക്കുക. ദേ, ഈ ചെയിനുണ്ടല്ലോ, തൽക്കാലം താലി എടുത്ത് മാറ്റാം ഇതിൽ നിന്നും. എന്നിട്ട് മറ്റേതെങ്കിലും ചരടിലോ മാലയിലോ കോർത്തിടാം. തൽക്കാലത്തെ ആവശ്യത്തിന് ഇത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പണം എടുക്കാമല്ലോ. അത് വേണ്ട രാധിക, ഇത് എടുക്കണ്ട, ഇത് പണയൊന്നും വെക്കണ്ട. നമുക്കല്ലാത്ത എന്തെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്യാം. അല്ലാതെ എങ്ങനെ അറേഞ്ച് ചെയ്യാനാ? ദേ, ഞാൻ പറയുന്നത് കേൾക്ക്. വരുൺ ഇത് സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കണം. ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് തരുന്നത്. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവ് മറ്റാരുടെ മുമ്പിൽ പണത്തിനായിട്ട് കൈ നീട്ടുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ പറഞ്ഞ് രാധിക തൻ്റെ കഴുത്തിൽ നിന്നും ആ താലി ഊരിയെടുക്കുക. എന്നിട്ട് പറഞ്ഞേ, വരുൺ, ഈ മാലയിൽ നിന്നും താലി ഊരിയെടുത്ത് എനിക്കിതാ. വരുണാണെങ്കിൽ അത് ചെയ്യാൻ വല്ലാത്ത മടിയാണ് കേട്ടോ. രാധിക അങ്ങനെ നിർബന്ധിച്ച് വരുണോട് അതിൽ നിന്നും താലി ഊരാൻ പറയുവാണ്. ഈ സമയം വരുണ താലി ആ മാലയിൽ നിന്ന് വേർപെടുത്തുമ്പോഴേക്കും വരുണ വല്ലാത്ത സങ്കടം തോന്നുക. രാധികയുടെ കഴുത്തിൽ താലി ചാർത്തി ആ കാര്യങ്ങളൊക്കെ വരുണ ഓർക്കുവാണ്. അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കണ്ണീരോട് കൂടി അതിൽ നിന്നും താലിമാല ഊരിയെടുക്കുന്നുണ്ടോ വരുൺ. എന്നിട്ടത് രാധികയുടെ കൈ കൊടുക്കുക. എടോ, സത്യം പറയാലോ, ഇത് ചെയ്യുമ്പോൾ എൻ്റെ നെഞ്ചു വല്ലാതെ പൊട്ടിപ്പോകുക. ഇത്രയും നാളും കൊട്ടാരത്തിലായിരുന്നു താമസം. പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ
ഈ ഒരു അവസ്ഥയിലൊക്കെ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. സാരമില്ല വരും. ഈ താലിമാലയുണ്ടല്ലോ, ഞാൻ എന്നെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കും. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? അടുത്തുള്ള ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ പോകാം. ഇത് വിറ്റ് എത്ര പെട്ടെന്ന് തന്നെ പൈസ വാങ്ങണം. വാ വരും, എനിക്ക്. അങ്ങനെ രാധികയും ചേർത്ത് പിടിച്ച് വരുണിൻ്റെ രാധികയും കൂടി മുമ്പോട്ട് നടക്കുവാണ്. അപ്പോൾ വരുണിനെ രാധികയെ നിരീക്ഷിച്ച് ഗൗതം അവരുടെ പിന്നാലെ തന്നെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ അവർ പറയുന്നതെല്ലാം കേട്ട് അവരുടെ പിന്നാലെ വീണ്ടും ഫോളോ ചെയ്ത് പോകുവാണ് ഗൗതം. പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയാണ്. അവിടെ പ്രിയങ്കയും മുത്തശ്ശിയും മറ്റൊരു ഫ്ലാറ്റിലേക്ക് മാറാനായിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ കാറിലേക്ക് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരം അവർ ദേവൻ്റെയും യശോദയുടെയും അരികിലേക്ക് എത്തുവാം. ഈ സമയം ദേവനെയും യശോദയും രണ്ടുപേരും നോക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്താ ഞങ്ങളുടെ ഈ വേഷമൊക്കെ കണ്ട് നോക്കുമായിരിക്കുമല്ലേ? അന്നേരം ദേവൻ പറയണേ, നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നും ഓരോ വേഷം കെട്ടുകൾ കാണിച്ച് നിങ്ങൾക്ക് അങ്ങ് ഇറങ്ങിയാൽ മതി. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായത്തിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് ഞങ്ങളല്ലേ? അന്നേരം പ്രിയങ്ക പറയണേ, എന്നാലേ ഇനി നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ അത്രയ്ക്ക് ബുദ്ധിമുട്ടി അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളിവിടെ നിന്ന് പോകുക. പുതിയൊരു ഫ്ലാറ്റ് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഈ ചെറ്റക്കുടിൽ ഇനിയും ജീവിക്കുന്നത്? അന്നേരം ദേവൻ പറഞ്ഞേ, അർഹതയില്ലാതെ കുറേ പണം കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അഹങ്കാരത്തിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. അത് കേട്ട് പ്രിയങ്കയ്ക്ക് ദേഷ്യം വരുക. ഇതുപോലെയുള്ള സംസാരങ്ങൾ കേട്ട് സഹിക്കാൻ പറ്റാതെയാ ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ള തീരുമാനം ഞാനും മുത്തശ്ശിയും കൂടി എടുത്തത്. ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ ഈ ദാരിദ്ര്യം പറച്ചിലും പിച്ചക്കണക്കൊക്കെ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ മുത്തശ്ശി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറണമെന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾ കണിമക്കളുടെ അടിമകളായിട്ട് ജീവിക്കുമല്ലേ? എനിക്ക് പണം അവർ ഔദാര്യമായിട്ട് തന്നെയൊന്നുമല്ല, ഇതെൻ്റെ അവകാശമാണ്. അതിനുള്ള കാര്യം ഞാനവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ പേര് പറഞ്ഞ് എന്നെ ഒതുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ സമയം മുത്തശ്ശി പറയണേ, ഞങ്ങളെ നല്ല സൗകര്യമൊക്കെയുള്ള വിശാലമായിട്ടുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് മാറാൻ പോകുന്നത്. എന്താടി മോളെ ഫ്ലാറ്റിൻ്റെ പേര്? കൗസ്തുഭം. കൗസ്തുഭം. അവിടുത്തെ 10ാം നിലയിലുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രിയങ്ക മോൾ അങ്ങ് വാങ്ങി. എത്ര രൂപ ആയിടി മോളെ അതിന്? 1.5 കോടി. വെറും 1.5 കോടി രൂപ. ഫ്ലാറ്റിൻ്റെ കാര്യമൊക്കെ ശരിയായതിനു ശേഷം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് ഓഫീസിൽ പോയി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ റെഡിയായി. എന്നാൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് മാറാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ താമസിക്കാൻ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റൊക്കെ കാണാനായിട്ടൊന്ന് വരാം. വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഉടനെ തന്നെ അവിടെ നിന്ന് പൊക്കോളണം. അവിടെ തന്നെ സ്ഥിരമായിട്ട് അങ്ങ് കൂടിക്കളയാന്നുള്ള ചിന്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട. നിങ്ങളുടെ ഈ ദരിദ്രവാസി കോലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളവിടെ കാണാൻ വരുന്നവരുടെ മുമ്പിൽ ഞങ്ങളുടെ തൊലി ഉരിഞ്ഞു പോകും. ഈ സമയം ദേവൻ പറയണേ, അല്ലെങ്കിലും നിങ്ങൾ അത്ര അപമാനം സഹിച്ച് ഞങ്ങളെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആ വഴിക്കേ വരുന്നില്ല. ഞങ്ങൾ ദരിദ്രവാസികളാണ്. പക്ഷേ ഞങ്ങൾക്കിവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ. വാ മുത്തശ്ശി, ഇതൊക്കെ കേട്ട് നമ്മളിനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഈ നരകത്തിൽ നിന്ന് പോയാൽ മതി. ഇത്രയും നാൾ ഈ നശിച്ച വീട്ടിൽ എങ്ങനെയൊക്കെ താമസിച്ച് കഴിഞ്ഞുകൂടി. അന്നേരം യശോദ ചോദിക്കണേ, എപ്പോൾ മുതലാമേ ഇതൊരു നശിച്ച വീടായി തോന്നിയത്? അന്നേരം സുകുമാരി പറയണേ, അതെ, ഇനി ഞങ്ങൾക്ക് കൂടുതൽ വിസ്തരിച്ച് സമയം കളയാനായിട്ട് തീരെ ടൈമില്ല. പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണേ. ഞങ്ങളിനി സ്വർഗത്തിലാണ് താമസിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ മരണം വരെ ഈ നരകത്തിൽ തന്നെ കിടന്ന് നരകിച്ച് ഇല്ലാണ്ടാവും. അപ്പോൾ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്കേനെയും കൂട്ടി സന്തോഷത്തിൽ തുള്ളിച്ചാടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം യശോദ പറയണേ, എന്തൊക്കെയാ ദേവേട്ട ഇവർ കാണിച്ചു കൂട്ടുന്നത്? കുറച്ച് പണം കിട്ടിയെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ ആൾക്കാർക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? ഇവരെ കൊണ്ട് പറ്റുമല്ലോ. മുമ്പ് ഇതുപോലെ പണം കിട്ടിയതും അത് എല്ലാം ചിലവാക്കി കളഞ്ഞതും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോൾ അതിനേക്കാൾ കുറച്ച് കൂടുതൽ പണം കിട്ടി. അതും അവസാനം ഓരോന്നൊക്കെ ചെയ്ത് നശിപ്പിച്ച് അവസാനം രണ്ടും കൂടി കയറി ഇങ്ങോട്ടേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അത്രയും നാളെങ്കിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. ദൈവത്തിന് വിഷമമില്ലേ? ഇത്ര നാളും ഇവിടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയല്ലേ ദൈവത്തിന് വെട്ടിപ്പോൾ പോയത്? അതിൻ്റെ അമ്മയാണെങ്കിലല്ലേ വിഷമമുള്ളൂ. അത് പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം സ്വർണ്ണക്കടയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം ഗൗതത്തിൻ്റെ കാർ അവരെ ഫോളോ ചെയ്യുന്നുണ്ടാവും. പതിയെ ഫോളോ ചെയ്ത് വണ്ടിയവരുടെ പിന്നാലെ തന്നെ ഉണ്ടാകും കേട്ടോ. ഈ സമയം വരുണത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ രാധികയെ ഏതൊരു വണ്ടി നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട്. അന്നേരം രാധികയും തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം ഗൗതം പെട്ടെന്ന് തന്നെ വണ്ടി സ്പീഡിലെടുത്ത് അവിടെ നിന്ന് മുമ്പോട്ട് പോകുവാണ് കേട്ടോ. അന്നേരം രാധിക പറയണേ, ആ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ അത് പോയത്? അന്നേരം പറയണേ, എടോ രാധികെ, നമ്മളന്ന് യാത്ര പോയപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഓർക്കുന്നുണ്ടോ? നമ്മുടെ പിന്നാലെ ഒരു വണ്ടി ഉണ്ടെന്ന്. അന്നും താൻ ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടത് സത്യമാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? ഈ സമയം രാധിക ചോദിക്കണേ, നമ്മളിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് തിരികെ വന്നിരിക്കുക. അങ്ങനെയുള്ള നമ്മളെ ഫോളോ ചെയ്തിട്ട് ആർക്കെന്ത് കാര്യം? എന്താ കാര്യം എന്ന് വന്നവർക്കല്ലേ അറിയാവുള്ളൂ. ഈ സമയത്തായിരിക്കും വരുണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. സൂര്യ ആയിരിക്കോട്ടെ വിളിക്കുന്നത്. ഏട്ടാ പറ. വരണേ, നീ എവിടെയാ? ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. എന്നാലും എവിടെ ഉള്ളതെന്ന് പറ. ഞങ്ങളുടെ നാൽക്കാട് ജംഗ്ഷനിൽ AN ജ്വല്ലറിൻ്റെ അടുത്തായിട്ടുണ്ട്.
എന്നാലേ ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് വരാം. വേണ്ട ഏട്ടാ, ഞങ്ങൾ കുഴപ്പമില്ല. ഏട്ടൻ ഇനി ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. എടാ, ഞാനിവിടെ അടുത്ത് തന്നെയുള്ളത്, ഞാൻ ദാ ഇപ്പം അങ്ങോട്ടേക്ക് എത്താം എന്നും പറഞ്ഞ് സൂര്യ ഫോൺ കട്ട് ചെയ്ത് നേരെ വരുണിൻ്റെ രാധികയുള്ള സ്ഥലത്തേക്ക് പോകുവാണ്. അന്നേരം വരുൺ രാധികയോട് പറയണേ, ഏട്ടനിവിടെ അടുത്ത് തന്നെയുണ്ടെന്ന്, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുക. എന്താണെങ്കിലും അത് നന്നായി. നമ്മളിറങ്ങിയപ്പോൾ ഏട്ടനെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. ആ ഒരു സമയത്ത് ഇനി സൂര്യ അവിടെ എത്തുക. എന്നിട്ട് വരുണിനെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോട് പറയണേ, വരുണേ, ഞാൻ ബാങ്കിലെ ജപ്തി നീക്കി വെക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നറിയാനായിട്ട് സോണൽ ഓഫീസിലൊന്ന് പോയതാ. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എല്ലാം ആ ചന്ദ്രശേഖരൻ പ്ലാൻ ചെയ്തതുപോലെ നടത്തിയിരുന്നു. എല്ലാം അയാളുടെ പ്ലാനാണ്. അതെല്ലാം ഞാൻ അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. വരുൺ, രാധികെ, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? അന്നേരം വരുൺ പറയണേ, പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല ഏട്ടാ. ഏതെങ്കിലും ഹോട്ടലിൽ ചെയ്ത് തൽക്കാലം റൂം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ US പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് 2 വിസ റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്കും ഇയാൾക്കും അങ്ങോട്ട് പോകാമല്ലോ. അവിടെ എനിക്ക് അത്യാവശ്യം വേണ്ട ഫോഴ്സൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം. അമ്മയും അച്ഛനെയും മുത്തശ്ശിയൊക്കെ ആ ചന്ദ്രശേഖരൻ്റെയും അവരുടെ ഭാര്യയുടെയും അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കണ്ടേ? അല്ല, ഇപ്പം നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ ജ്വല്ലറിയിലേക്കാണ് പോകുന്നത്, ഇയാളുടെ ഈ ചെയിനൊന്ന് പണയം വെക്കാൻ. എടാ, രാധികയുടെ ചെയിനൊന്ന് പണയം വെക്കണ്ട. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൽക്കാലം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. അത് വേണ്ട ഏട്ടാ, അത് ഏട്ടൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇരിക്കട്ടെ. അവിടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കോ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിന് വേണ്ടിയിട്ട് ചെറിയച്ഛൻ്റെ കയ്യിൽ ഔദാര്യത്തിനായി നോക്കി നിൽക്കണമല്ലോ. ഏട്ടൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചോ, അവിടെ ആവശ്യം വരും. തൽക്കാലം ഞങ്ങൾക്കുള്ളതിന് വേണ്ടിയിട്ട് ഈ ഒരു മാർഗ്ഗം ഞങ്ങളുടെ മുമ്പിലുള്ളൂ, അത് മതി. അല്ല വരണേ, എന്നാലും അത് വേണ്ട. ഈ സമയം രാധികം പറയുന്നുണ്ട്, സാരമില്ലേട്ടാ, ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങളും വാശിയിലായിട്ടാ, നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കണം. നമ്മൾക്ക് പഴയതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വണ്ടിയിലേക്ക് കയറി, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞ് സൂര്യയോടൊപ്പം അവർ കാറിൽ കയറി അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ ദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന പരമേശ്വരനെയാ. പരമേശ്വരൻ സാറേ, സത്യം പറയാലോ, കുറച്ച് ദിവസമായി കടമംഗലത്തേക്ക് വരണമെന്നും നിങ്ങളെയൊക്കെ കാണണമെന്നും വിചാരിക്കുന്നു. പക്ഷേ എന്തോ മനസ്സതിനെ അനുവദിക്കുന്നില്ല. അത്തരം വലിയ ദ്രോഹമാണല്ലോ പ്രിയങ്ക ഞങ്ങളോട് ചെയ്തത്. അന്നേരം പരമേശ്വരൻ പറയണേ, പ്രിയങ്ക ദ്രോഹങ്ങളൊക്കെ ചെയ്തു, എന്നാൽ എല്ലാം മതിയാക്കി അവൾ എന്നേക്കുമായിട്ട് പോയല്ലോ. ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. വരുണിൻ്റെ അധികം ഇപ്പോൾ കണിമംഗലത്തില്ല, അവരിവിടെ പോയി. അന്നേരം പരമേശ്വരൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ ചങ്ക് പൊട്ടി നിൽക്കുന്ന ദേവനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് കാണിക്കുന്നത് ജ്വല്ലറിയിൽ മാല വിൽക്കാൻ എത്തിയിരിക്കുന്ന വരുണിനെയും രാധികനെയുമാണ് കേട്ടോ. അങ്ങനെ ആ ജ്വല്ലറിയുടെ ഓണർ രാധികയുടെ മാലയെ കുറച്ച് നോക്കുക. അതുകൊണ്ട് രാധിക പറയണേ, അതെ, അത് സ്വർണം തന്നെയാ. അന്നേരം അയാൾ ചിരിച്ചുകൊണ്ട് പറയണേ, അതൊക്കെ ശരിയായിരിക്കും, എന്നാലും എനിക്കെൻ്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ അയാളുടെ ഉറച്ചു നോക്കി സ്വർണം തന്നെയല്ലേ എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം സൂര്യൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഈ സമയത്തായിരിക്കും പോലീസുകാർ അവിടെ എത്തുന്നത്. അങ്ങനെ ആ പോലീസുകാർ കടയിലേക്ക് കയറി വന്ന് രാധിക കൊടുത്ത ആ മാലയുണ്ടല്ലോ, അത് ആ കടയുടമയുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങുവാണ്. ഇവിടെ ഒരു സ്ത്രീ മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ രൂപവും ഡിസൈനും ഒക്കെ വെച്ചിട്ട് ഈ മാലയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞങ്ങൾ ഈ മാല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക. അന്നേരം വരൻ ദേഷ്യപ്പെടുക, നിങ്ങളെന്താ പറയുന്നത്? കുറച്ചു നേരം മുമ്പ് വരെ ഇതെൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാലയായിരുന്നു. എന്നാൽ അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ പോലീസുകാർ ആ മാലയുമായിട്ട് അവിടെ നിന്നും പോയി കളയുവാണ്. ഈ സമയം വരുണിൻ്റെ രാധികയും സൂര്യയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനിൽ ആകെ തകർന്ന് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആ പോലീസുകാരുടെ കയ്യിൽ നിന്നും ആ മാല നേരെ എത്തുന്നത് ചന്ദ്രശേഖരൻ്റെയും ഗൗതത്തിൻ്റെയും സാറയുടെ കയ്യിലായിരിക്കും കേട്ടോ. അങ്ങനെ രാധികയുടെ ആ താലിമാല കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ചന്ദ്രശേഖരനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്